നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ അലീന ശരണ്യെ ആശ്വസിപ്പിക്കാനൊക്കെ ചെല്ലുന്നുണ്ട്. ആദ്യമൊന്നും അവള് അടുക്കാനായിട്ട് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അവൾക്കൊരു നിർവികാരികതയായിരുന്നു, മരിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒടുവിൽ അലീന അവളോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. താൻ ആരാണ് എന്താണെന്നൊക്കെ പറയാനായിട്ട് തുടങ്ങി. അങ്ങനെ അവളുടെ മനം കവരുന്നുണ്ട് അലീന. ഈ സമയത്തൊക്കെ ശരണ്യയുടെ മാതാപിതാക്കൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നീട് ശരണ്യയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അലീനയോട് അവർ പങ്കുവെക്കുന്നുണ്ട്. ഞങ്ങൾ എങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന് മോളാന്നറിയായിരുന്നോ? ഞങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, എല്ലാം തകർത്ത് കളഞ്ഞില്ലേ, അവളുടെ ജീവിതം പോയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതൊന്നും ഓർത്ത് പേടിക്കണ്ട അങ്ങളെ, ഒന്നും സംഭവിച്ചിട്ടില്ല, അവൾക്ക് അതിനൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, അവളെ നമ്മൾ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിലൊന്നും അവൾക്ക് ഒരു വിശ്വാസമില്ലായിരുന്നു. ഇത്രയും ദിവസമായിട്ട് ശരണ്യ അവരോടൊന്നും സംസാരിക്കാൻ പോലും കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യത്തെ ദിവസം അലീന കുറച്ച് സമയം ശരണ്യയോട് സംസാരിച്ചിട്ട് വീട്ടിലേക്ക് തിരികെ പോരുന്നത്. അന്നാണ് ആ സംഭവവിഹുലമായ കാര്യങ്ങളൊക്കെ നടന്നത്. അലീനയെ കത്തിക്കാൻ തുടങ്ങിയതൊക്കെ. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പോലീസുകാർ അങ്ങോട്ട് വരികയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അലീന വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രന് അലീനയോട് ദേഷ്യപ്പെടുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ എന്ത് ചെയ്തേനം? അലീന പറഞ്ഞു, ഒന്നും സംഭവിച്ചില്ല അച്ഛാ, വേണ്ട, തലനാരിയിരിക്കുന്ന ഈ രക്ഷപ്പെട്ടല്ലേ, ഇനി ഇങ്ങനത്തെയുള്ള റിസ്ക്കും കാര്യങ്ങളൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അലീനയ്ക്ക് അങ്ങ് തോറ്റു പിന്മാറാൻ പറ്റില്ലായിരുന്നു. അലീന പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ രോഹിത് ഹരിശങ്കറൊക്കെ കാരണമല്ലേ ഇങ്ങനെയൊക്കെ നടന്നേ, അങ്ങനെയാണെങ്കിൽ അവളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ട് വരേണ്ട എൻ്റെ ഉത്തരവാദിത്വം കൂടെ അല്ലേ അച്ഛാ? രോഹിത്തിൻ്റെ സഹോദരിയല്ലേ ഞാൻ, അവൻ കാരണം ആ കൊച്ചിനൊരു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ വേണ്ടേ അവളെ ആശ്വസിപ്പിക്കാമെന്ന് ചോദിച്ചു. ബാലേന്ദ്രൻ്റെ മറുപടി ഉണ്ടായിരുന്നില്ല അലീനയുടെ മുന്നിൽ. പിന്നീട് പതുക്കെ പതുക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. ആദ്യമൊക്കെ കൃഷ്ണമോൾക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. അലീനയാണ് കൃഷ്ണമോളെ സ്കൂളിൽ കൊണ്ടുപോയാക്കാനായിട്ട് പോയത്. അങ്ങനെ ആദ്യ ദിവസം ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കൃഷ്ണമോൾക്ക്. പക്ഷേ എങ്കിൽ പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് അതൊക്കെ അങ്ങോട്ട് മാറി. ബാബിതയാണെങ്കിൽ കോളേജിലേ പോകുന്നില്ലെന്നും പറഞ്ഞിരുന്ന, പക്ഷേ എങ്കിൽ ബാലേന്ദ്രൻ സമ്മതിച്ചില്ല. കോളേജിലൊക്കെ പോവാതിരുന്നിട്ടുണ്ട് എങ്ങനെയോ. അങ്ങനെ ഒടുവിൽ അവരെയും പറഞ്ഞു വിട്ടു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അലീന വീണ്ടും ശരണ്യയെ കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ശരണ്യയെ കണ്ടു കഴിഞ്ഞപ്പോൾ മുമ്പത്തെ അത്ര ആ ഒരു അകൽച്ചയും കാര്യങ്ങളും ശരണ്യയ്ക്ക് ഉണ്ടായിരുന്നില്ല. പിന്നീട് അലീന ചെന്ന് ശരണ്യ ഉപദേശിക്കുന്നുണ്ട്. അലീന ശരണ്യയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ശരണ്യയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ശരണ്യ അലീനയുടെ മുന്നിൽ പതുക്കെ പതുക്കെ തന്നെ മനസ്സ് തുറക്കാൻ തുടങ്ങി. ഹരിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ, അവൻ ചെയ്ത ഓരോ കാര്യങ്ങളും എല്ലാം പറയാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ നിന്ന് അലീനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ശരണ്യ ഒരിക്കലും പ്രേമിച്ചിട്ടുണ്ടെങ്കിലും കല്യാണത്തിന് മുമ്പ് അവളെ സ്വന്തമാക്കാനായിട്ട് അവൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന്. അതാണ് ഹരിശങ്കർ ഇങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം. പിന്നീട് അലീന കുറേ സമയങ്ങൾ സംസാരിച്ചിട്ടാണ് തിരികെ വീട്ടിലേക്ക് വരുന്നത്. അലീനയ്ക്ക് അറിയണമെന്നുണ്ടായിരുന്നു രോഹിത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. ഒരു പക്ഷേങ്കിൽ രോഹിത് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, അവനോട് ഉണ്ടെന്ന് പറയണം. പിന്നീട് ബാലേന്ദ്രനോട് അലീന പറഞ്ഞു, എനിക്ക് ജയിലിലേക്കൊന്ന് പോയാൽ കൊള്ളുന്നുണ്ട്, രോഹിത്തിനെ ഒന്ന് ഹരിശങ്കർ കാണണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ബാലേന്ദ്രൻ പറഞ്ഞു, നീ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അവസ്ഥ നിനക്ക് എന്താണെന്നറിയാലോ, രോഹിത് എന്ന് നിന്നെ മൈൻഡ് പോലും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അത് സാരില്ല അച്ഛാ, എനിക്ക് പോകണം, പോയി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ ജയിലിലേക്ക് പോവാണ്. ജയിലിലേക്ക് പോയി ബാലേന്ദ്രൻ അലീനയും കൂടെ പോകുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ കയറി രോഹിത്തിനെ കണ്ടു. ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ബാലേന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പം. കൂടുതലൊന്നും സംസാരിക്കാതെ ബാലേന്ദ്രൻ പോന്നു. പിന്നീട് അലീന എന്ത് ചെയ്തു, ചെന്ന് രോഹിത്തിനോട് സംസാരിക്കണം. രോഹിത്തിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ വല്ലാതിരുന്നു, കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അലീന അവനെ നോക്കി. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടുകഴിഞ്ഞപ്പോൾ അലീന ഇങ്ങനെ നോക്കിയിട്ട് സത്യം പറഞ്ഞു, രോഹിത്തെ നീ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ അവിടെ പോയെന്നുള്ള കാര്യം ശരി തന്നെയാണ്, പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ മദ്യപിച്ചിട്ട് വീട്ടിലേക്ക് പോരുകയോ ചെയ്ത്, അല്ലാതെ ഞാൻ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടൊന്നും ഇല്ലയെന്ന് ആണായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അലീനയ്ക്ക് സംശയമായി, ഇനിയിപ്പോൾ പറയുന്നത് ശരിയായിരിക്കുമോ എന്നുള്ള കാര്യം. ഒടുവിൽ അലീന വീട്ടിൽ വന്ന് ബാലേന്ദ്രനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ പറഞ്ഞു, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുള്ള ആരെങ്കിലും അങ്ങനെ പറയുമോ, തെറ്റ് ചെയ്തെന്ന് പറയുമോ? അതെനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അല്ലച്ചാ, അവനങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അങ്ങനെ ചെയ്ത് കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ഹരിയുടെ വേലത്തരങ്ങളല്ലേ, അവനല്ലേ അവനെയും കൂടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചീത്തയായിക്കൊണ്ടിരുന്നേ. ഒടുവിൽ
ശരണ്യയെ കാണാനായിട്ട് അലീന പോണ സമയത്ത് ശരണ്യയോട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്, രോഹിത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ ആ അബോധാവസ്ഥയിലും രോഹിത്തിന്റെ മുഖം അവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. രോഹിത്തിനെ കണ്ടതായിട്ട് അവൾ ഓർക്കുന്നില്ല. ബാക്കി 3 പേരുടെ മുഖം അവളുടെ മനസ്സിലുണ്ട്. പക്ഷെ രോഹിത് മാത്രം തൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട് അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നീട് അലീനയോട് അവൾ ആ കാര്യം പറയുന്നുണ്ട്. അത് കേട്ടിഞ്ഞപ്പോൾ അലീനയ്ക്കും തോന്നി രോഹിത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കും എന്നുള്ള കാര്യം തോന്നുവാണ്. ഇതേ സമയത്ത് അവരെ പുറത്തിറക്കാൻ 30 ദിവസം കഴിയുമ്പോൾ പുറത്തിറക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശിവശങ്കരനും രാജീവനൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവരോടൊപ്പം ബാലേന്ദ്രനും കൂടിയിട്ടുണ്ടായിരുന്നു. മകനായി പോയില്ലേ, പുറത്തിറക്കാൻ പറ്റും, ജാമ്യത്തിലെടുക്കാൻ പറ്റുമെങ്കിൽ ഇറക്കണമല്ലോ. ആ സമയത്തൊക്കെ കട്ടക്കളിപ്പായിരുന്നു അലീനയോട് വൈജയന്തിക്കാണെങ്കിലോ എങ്ങനെയെങ്കിലും അവളെ വീട്ടിൽ നിന്ന് ഓടിച്ചാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പോരാത്തതിന് ഇടയ്ക്കിടയ്ക്ക് ഭവിത എന്ന് പിരികേറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു. അവളാണ് ഇപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്. ഒടുവിൽ ഡോക്ടർ വൈജയന്തിയോട് പറഞ്ഞു, ഇനിയിപ്പോൾ ഇവിടെ കിടക്കണമെന്നില്ല, പോവാന്ന് പറയണം. വൈജയന്തിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങോട്ട് പോകണം, കടപ്പാട്ട് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഒടുവിൽ വൈജയന്തി ശിവശങ്കരനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഞാൻ കടപ്പാട്ട് വീട്ടിലേക്ക് പോകുന്നില്ല, തൽക്കാലത്തേക്ക് ഒരു വീടൊക്കെ സെറ്റ് ആവുന്നോടം വരെ ഞാൻ അങ്ങോട്ടേക്ക് വരുമോ, കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വരുമോ, അതെൻ്റെ കൂടെ വീടാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ കമലയ്ക്ക് ദേഷ്യമായി. എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ അമ്മയെ ഞാൻ നോക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അവളെയും കൂടെ നോക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞു. ശിവശങ്കരൻ പറഞ്ഞു, അവൾക്കൂടെ അവകാശപ്പെട്ട വീടാ, അവൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നീ ഒന്ന് സമാധാനപ്പെട്, എന്തായാലും കുറച്ച് ദിവസമല്ലേ കാണുള്ളൂ, അത് കഴിയുമ്പോൾ അവൾ പൊയ്ക്കോളെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം എനിക്ക് അവളെ സഹായിക്കാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ തന്നെ വരുമ്പോൾ അവളുടെ അഹങ്കാരം ചാടയും കാണണം, അവളുടെ നാക്കുന്നതിൻ്റെ നീളം എന്ന് പറഞ്ഞു, നീ ഒട്ടും മോശമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഡിസ്ചാർജായിട്ട് അവിടേക്കാണ് ചെല്ലുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ സഹായമില്ലാതെ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല വൈജയന്തിക്ക്. അങ്ങനെ ആദ്യത്തെ ഒരു ദിവസം കുഴപ്പമില്ലായിരുന്നു. ഈ സമയത്ത് ബബിതയും കൂടെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. ബബിത എന്നാലും ബബിതയ്ക്ക് ഫോൺ നോക്കിക്കാൻ സമയമുണ്ടോ, അതിന് പോലും സമയം തികയുന്നില്ല. അപ്പോഴാണ് പിന്നെ വൈജയന്തിയെ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ 1-2 ദിവസം കൂടെ തന്നെ വൈജയന്തി നന്നായിട്ട് പഠിച്ചു. കമലയാണെങ്കിൽ ഇടയ്ക്ക് അങ്ങാനും ആഹാരം കൂടെ കൊടുക്കാൻ നിന്നാലേ, അല്ലാതെ അങ്ങോട്ടേക്ക് കയറാൻ പോലും പോകത്തില്ലായിരുന്നു. ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരക്കാന്നൊക്കെ പറയും. ഒടുവിൽ വൈജയന്തി ഒരു കാര്യം തീരുമാനിച്ചു, ഒരു ഹോം നേഴ്സിനെ വെക്കാനായിട്ടൊക്കെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഹോം നേഴ്സിനെ ഒരാളെ നിയമിക്കുന്നുണ്ട് അവിടെ. പക്ഷേ ഹോം നേഴ്സിനെ വെച്ചെങ്കിലും ഈ പറയുന്ന ഹോം നേഴ്സ് വന്നിട്ട് വൈജയന്തിക്ക് ഒട്ടും തൃപ്തിയായില്ല. കാരണം കമല ഇടയ്ക്കിടയ്ക്ക് ഹോം നേഴ്സിനെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കും ഓരോ ജോലികളൊക്കെ ചെയ്യാനായിട്ട്. പിന്നീട് അവരെന്ത് ചെയ്തു, അവർ പോവുകയും ചെയ്തു. വല്ലാതെ പെട്ടൊരവസ്ഥയിലായിപ്പോയി വൈജയന്തി. ഇതിൻ്റെ ഇടയ്ക്ക് ശിവശങ്കരനൊക്കെ പറഞ്ഞു കടപ്പാട്ട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞ, പക്ഷെ വൈജയന്തി കേട്ടില്ല. അന്നാ കുറച്ച് അനുഭവിക്കട്ടെ എന്ന് അവരും വെച്ചു. പിന്നെ അവരും കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല. എന്താണെങ്കിലും പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മൊഴി കൊടുക്കേണ്ട ദിവസങ്ങളും കാര്യങ്ങളൊക്കെ എത്തുകയാണ്. ഇനിയിപ്പം അവിടെ ശരണ്യയുടെ മൊഴി അനുസരിച്ചിരിക്കും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഒരു പക്ഷേങ്കിൽ അവൾ കോടതിയെ പറയുമായിരിക്കും രോഹിത് തന്നെ ഒന്നും ചെയ്തിട്ടില്ല, പീഡിപ്പിച്ചിട്ടില്ല, അങ്ങനെ പറയുമായിരിക്കും. അങ്ങനെ രോഹിത് ചിലപ്പോൾ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുമായിരിക്കും. കാരണം അലീനെ അവൾക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നു. അതിനേക്കാളുപരി അവൾ കാര്യങ്ങളൊക്കെ അലീനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായത് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം രോഹിത് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് സന്തോഷമായി. തെറ്റ് ചെയ്യാതെ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ലല്ലോ. ഇതിനു മുമ്പ് അലീനയോട് തെറ്റ് ചെയ്തു, അതിന് അലീന ക്ഷമ കൊടുക്കുകയും ചെയ്താണ്. ഒടുവിൽ അങ്ങനെ അലീനെ രക്ഷിക്കുന്നൊക്കെ ഉണ്ട് രോഹിത്തിനെ. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. അത് മാത്രമല്ല ഒടുവിൽ സഹിയിട്ട് കഴിയുമ്പോൾ വൈജയന്തിക്ക് അലീനയുടെ കാല് പിടിച്ച് കടപ്പാട്ട് വീട്ടിലേക്ക് വരേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.